നമസ്കാരം എല്ലാവർക്കും ഗാഡ്ജറ്റ്സ് ഓൺ മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് MI Band 4ൻ്റെ ഒരു ഇനിഷ്യൽ റിവ്യൂ ആണ്. 2 ദിവസമായി എനിക്ക് ഈ പ്രോഡക്റ്റ് കിട്ടിയിട്ട് 2 ദിവസമായിട്ട് ഞാൻ യൂസ് ചെയ്ത് വരികയാണ്. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അൺബോക്സിങ് നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ചെറിയൊരു ബോക്സിനകത്താണ് MI Band വരുന്നത്. നോക്കിക്കഴിഞ്ഞാൽ അവിടെ MI സ്മാർട്ട് ബാൻഡ് 4 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. AMOLED കളർ ടച്ച് സ്ക്രീൻ ആണെന്നുള്ള ചെറിയൊരു ഹൈലൈറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നീട് കുറച്ച് 2-3 സ്പെസിഫിക്കേഷനും ഹാർട്ട് റേറ്റ് മോണിറ്റർ ഉണ്ട്, വാട്ടർ പ്രൂഫ് അപ് ടു 50 മീറ്റേഴ്സ്, പിന്നെ മ്യൂസിക് കൺട്രോൾ, ഇങ്ങനത്തെ ഒരു കുറച്ച് സ്പെസിഫിക്കേഷൻസ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ 2499 രൂപയാണ് MRP എന്നാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് 2300 രൂപയ്ക്കാണ് ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ ബോക്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ തന്നെ നമുക്കൊരു ചെറിയൊരു കവറിൻ്റെ അകത്ത് നമ്മുടെ MI Band 4 തന്നിട്ടുണ്ട്. പിന്നീട് ബോക്സിൻ്റെ വേറെ എന്തൊക്കെ കണ്ടൻറ്റ് അതിനകത്തുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് യൂസർ മാനുവൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ചാർജിങ് ഡോക്കും കിട്ടുന്നുണ്ട്. ഈ ചാർജിങ് ഡോക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ബാൻഡിൽ നിന്ന് ഈ ഒരു ക്യാപ്സ്യൂളിനെ ഓപ്പൺ ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു ഡോക്കിൻ്റെ അകത്തിട്ട് ചാർജ് ചെയ്യേണ്ട രീതിയാണ് ഷവോമി കൊണ്ടുവന്നിട്ടുള്ളത്. കഴിഞ്ഞ ബാൻഡിലൊക്കെ ഒരു പിന്ന് പോലത്തെ ഒരു സാധനമായിരുന്നു, പക്ഷേ ഇപ്രാവശ്യം നമുക്കത് ഡിഫറെൻ്റ് ആക്കി തന്നിട്ടുണ്ട്. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബാൻഡ് തന്നെയാണ്. ബാൻഡിനെ ആ കവറിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക, നല്ലൊരു അടിപൊളി ബാൻഡ്. ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ Mi Band 3യിൽ നിന്ന് ഒരു തരത്തിലുള്ള വ്യത്യാസവും നമുക്ക് ഇനീഷ്യലി കാണാനായിട്ട് പറ്റുന്നില്ല. പക്ഷേ ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ഡിഫറൻസ് തന്നെ കാണാൻ പറ്റും. അതായത് ഇതിൻ്റെ ഒരു സ്ക്രീൻ എന്ന് പറയുന്നത് നമ്മുടെ Mi Band 3യിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു LED സ്ക്രീൻ ആയിരുന്നെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്കൊരു AMOLED സ്ക്രീനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു Mi Band 4ൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻസ് നോക്കാം. Mi Band 4ൻ്റെ ഏറ്റവും ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് 0.95 ഇഞ്ചിൻ്റെ ഒരു AMOLED ടച്ച് സ്ക്രീനാണ്. പിന്നീട് 120x240 പിക്സൽസ് ആണ് അതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ബ്രൈറ്റ്നസ് വന്നിട്ട് 400 നിറ്റ്സ് വരെ പോവും. പിക്സൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് 194 ppi ആണ്. മൾട്ടി ടച്ച് കപ്പാസിറ്റി ഉണ്ട്. പിന്നീട് സ്ക്രീൻ പ്രൊട്ടക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ 2.5D ടെമ്പേർഡ് ഗ്ലാസ് വിത്ത് ആൻറ്റി ഫിംഗർ പ്രിൻറ്റ് കോട്ടിംഗ്, അതായത് നമുക്ക് ഫിംഗർ പ്രിൻ്റ് ഒന്നും വരാത്ത രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സ്ട്രാപ്പിൻ്റെ മെറ്റീരിയൽ നോക്കിക്കഴിഞ്ഞാൽ തെർമോപ്ലാസ്റ്റിക് പോളിറുത്തീനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ MI Band 3യിലുള്ള ബാക്കി എല്ലാ ഫീച്ചേഴ്സ് ഇതിൻ്റെ അകത്തും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് ട്രാക്കർ, ഹാർട്ട് റേറ്റ് മോണിറ്റർ, സ്റ്റെപ്പ് കൗണ്ടിങ്, കലോറി കൺസപ്ഷൻ, സ്ലീപ്പ് മോണിറ്ററിങ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഫിസിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ ആ ഒരു AMOLED സ്ക്രീൻ തന്നെയാണ്. ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള സ്ക്രീനാണ്. എല്ലാ കളേഴ്സും എടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അടിപൊളി സ്ക്രീനാണ്. കാരണം MI Band 3 യൂസ് ചെയ്തവർക്ക് ഏറ്റവും ആവശ്യമുണ്ടായിരുന്ന ഒരു സാധനമായിരുന്നു ആ ഒരു കളർഫുൾ ഒരു സ്ക്രീൻ എന്ന് പറയുന്നത്. അത് നമുക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. പിന്നീട് നോക്കുകയാണെങ്കിൽ സ്ട്രാപ്പ് ഭയങ്കര കംഫർട്ടബിൾ ആണ്. നമ്മുടെ MI Band 3യിൽ നിന്ന് തന്നെ നല്ല കംഫർട്ടബിൾ ആണ്. നിങ്ങൾ വിയർത്താലും ഒന്നും പറ്റത്തില്ല. അതുമാത്രമല്ല കുറച്ചുകൂടി എന്താ പറയുക, ഡ്യൂറബിലിറ്റി ഉള്ള ഒരു സ്ട്രാപ്പാണ്. കഴിഞ്ഞ MI Band 3യുടെ സ്ട്രാപ്പിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പാറ്റ കടിച്ചിട്ട് എൻ്റെ സ്ട്രാപ്പ് മൊത്തം പോയിട്ടുണ്ട്. പക്ഷേ തെർമോ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഡ്യൂറബിൾ ആണ്. പിന്നീട് നോക്കുകയാണെങ്കിൽ നമുക്ക് ബാക്ക് സൈഡിലായിട്ട് നമ്മുടെ ഹാർട്ട് റേറ്റ് മോണിറ്റർ വരുന്നുണ്ട്. 2 പച്ച LED കിടന്ന് കത്തുന്നത് കാണാൻ പറ്റും. അത് നമ്മുടെ ഹാർട്ട് റേറ്റ് മോണിറ്റർ ആണ്. ഫിസിക്കൽ ഇംപ്രഷൻ വൈസ് അടിപൊളി തന്നെയാണ്. നല്ലൊരു ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു ബാൻഡാണ് MI Band 4 എന്ന് പറയുന്നത്. ഇനി എൻ്റെ യൂസേജ് എക്സ്പീരിയൻസ് പറയാം. യൂസേജ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ഉള്ള ഒരു സാധനമാണ് നമ്മുടെ MI Band 4 എന്ന് പറയുന്നത്. കമ്പനി പറയുന്നത് 20 ദിവസം വരെ നമുക്ക് ബാക്കപ്പ് കിട്ടുമെന്നുള്ളതാണ്. ഈ ഒരു ബാൻഡ് നമ്മൾ ആദ്യം നമ്മുടെ സ്മാർട്ട് ഫോണുമായിട്ട് പെയർ ചെയ്യണം. നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് Mi Fit എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ആ ഒരു ആപ്ലിക്കേഷനും ഈ ഒരു ബാൻഡുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഇൻഫർമേഷൻസും നമ്മുടെ ഫോണിലേക്ക് പാസ് ചെയ്ത് കിട്ടും. അതുമാത്രമല്ല നിങ്ങൾക്ക് ഫോണിലേക്ക് വരുന്ന എല്ലാ SMS-ഉം നോട്ടിഫിക്കേഷനും കോളും എല്ലാം നിങ്ങൾക്ക് ബാൻഡിൽ അറിയാനായിട്ട് പറ്റും. നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ എന്തെങ്കിലും പാട്ട് പ്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൺട്രോൾസും നമുക്ക് MI Band 4ൽ കിട്ടും. ഏറ്റവും ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ MI Fit എന്ന ആപ്ലിക്കേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് സെറ്റ് പ്രൊഫൈലിൽ നമ്മുടെ MI Band 4നെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാൻഡ് ഡിസ്പ്ലേ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് തീം ഇതിനകത്ത് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. പ്രീസെറ്റ് ആയിട്ട് ഷവോമി കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് തീം. അതുമാത്രമല്ല നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വേറെ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള തീമുകളും കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരു തീം അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു തീമിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം തിങ്ക് വാച്ച് ഫേസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. നിങ്ങളുടെ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി പോലെ ഇതിൻ്റെ ടൈം എടുക്കും. ഇത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ വാച്ച് ഫേസിലേക്ക് ഇത് അപ്ഡേറ്റ് ചെയ്യും. ഇതിനകത്തുള്ള ഏതൊരു തീം വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ Mi Band 4ലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അത് വളരെ നല്ല ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഈ ഒരു വീഡിയോയിൽ MI Band 4ൻ്റെ എല്ലാ ഫീച്ചേഴ്സും ട്രിക്കുകളൊന്നും നോക്കുന്നില്ല. അങ്ങനെ ഒരു വീഡിയോ
വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാൻ. ഞാൻ ഉറപ്പായിട്ടും ഇതിനകത്ത് അടിപൊളി കുറച്ച് ട്രിക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഹിഡൻ ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. അതെല്ലാം പരിചയപ്പെടുത്തിക്കൊണ്ട് വേറൊരു വീഡിയോ ഇടുന്നുണ്ടാവും. നമ്മൾ MI ബാൻഡ് എടുത്തിട്ട് നോക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ആദ്യം തന്നെ നമ്മുടെ ഹോം സ്ക്രീനിൽ നമ്മുടെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, ദിവസം കൊടുത്തിട്ടുണ്ട്, എത്ര സ്റ്റെപ്പ് നമ്മൾ നടന്നിട്ടുണ്ടെന്ന് കൊടുത്തിട്ടുണ്ട്, സമയം കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. സ്റ്റാറ്റസ് കഴിഞ്ഞാൽ പിന്നീട് ഹാർട്ട് റേറ്റ്, പിന്നീട് നമുക്ക് വർക്കൗട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നീട് നമുക്ക് വെതർ അറിയാനായിട്ട് പറ്റും. പിന്നീട് നമുക്ക് നോട്ടിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് അറിയാനായിട്ട് പറ്റും. പിന്നീട് മോർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് അലാറം, മ്യൂസിക്, സ്റ്റോപ്പ് വാച്ച്, ടൈമർ, ഫൈൻഡ് മൈ ഡിവൈസ്, സൈലൻറ്റ്, ബാൻഡ് ഡിസ്പ്ലേ, പിന്നീട് സെറ്റിങ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. ബാൻഡിൻ്റെ അകത്ത് നിന്ന് മാക്സിമം നമുക്ക് അസസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഷോമി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഈസി ആൻഡ് കംഫർട്ടബിൾ ആയിരിക്കും. ഇത് കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഇതിനകത്ത് തൊടേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ ആക്കുന്ന സമയത്ത് തന്നെ ഡിസ്പ്ലേ ഓൺ ആയിട്ട് വരും. അത് നല്ലൊരു അടിപൊളി ഫീച്ചറാണ്. സോ എനിക്ക് ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ്. നമ്മുടെ MI ബാൻഡ് 3-ലായിരുന്നെങ്കിൽ നമ്മൾ തൊട്ട് നോക്കണം. ഇതിനകത്ത് നമ്മൾ തൊട്ട് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ മുഖത്തേക്ക് ഇങ്ങനെ പിടിച്ചാൽ മതി, അത് ഡിസ്പ്ലേ ഓണായി വരും. പിന്നീട് എനിക്ക് ചെറിയൊരു പ്രശ്നം ഫീൽ ചെയ്ത് എവിടെയാണെന്ന് വെച്ചാൽ, നമ്മൾ നല്ല ഉച്ച സമയത്ത് നമ്മൾ ഇതും കെട്ടിക്കൊണ്ട് പുറത്തോട്ട് പോവുകയാണെങ്കിൽ ബ്രൈറ്റ്നസ് ചെറുതായിട്ട് കുറവായതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എന്നാലും കുഴപ്പമൊന്നുമില്ല, കാണാനൊക്കെ പറ്റും. കളേഴ്സ് കുറച്ചുകൂടി ഡള്ളായി പോകുന്നുണ്ട് സൺലൈറ്റിൽ. അത് മാത്രമേ ഉള്ളൂ എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയത്. നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഭയങ്കര കംഫർട്ടബിളാണ്, സൂപ്പർ കംഫർട്ടബിളാണ്, ഒരു തരത്തിലുള്ള പ്രശ്നവും തോന്നുന്നില്ല. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരുപാട് ടൈറ്റും ആക്കരുത്, ഒരുപാട് ലൂസും ആക്കരുത്. ഇതിൻ്റെ മീഡിയം റേഞ്ചിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അടിപൊളി എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് തന്നെ MI ബാൻഡ് 4-ൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളിപ്പോൾ തന്നെ കണ്ടോ, നല്ലൊരു അടിപൊളി ഒരു ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, നല്ല ഒരു ഡിസ്പ്ലേ ആണ്. എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റിംഗ് ആയിട്ട് ഇഷ്ടപ്പെട്ടതും ആ ഒരു ഡിസ്പ്ലേ തന്നെയാണ്. കാരണം ഇത്രയും ചെറിയൊരു ബാൻഡിൻ്റെ അകത്ത് നല്ലൊരു ഡിസ്പ്ലേ കൊണ്ടുവരാൻ, നല്ല അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു കളർ റീപ്രൊഡക്ഷൻ എല്ലാം കൊണ്ടുവരാമെന്ന് പറയുന്നത് ഹാറ്റ്സ് ഓഫ്. സോ എന്തായാലും ഒരു മാസം യൂസ് ചെയ്തതിന് ശേഷമുള്ള ഒരു ഇൻഡെപ്ത് റിവ്യൂ ഞാൻ ഉറപ്പായിട്ട് ഇടുന്നുണ്ടാവും. അപ്പോൾ അതിൽ ഞാൻ എല്ലാ ഫീച്ചേഴ്സും പറയുന്നുണ്ട്. സോ ഇതൊരു ഇനിഷ്യൽ റിവ്യൂ ആണ്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൊണ്ട് എനേബിൾ ചെയ്യുക. അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കണ്ടുവരുന്നതായിരിക്കും.